നമസ്കാരം. ലൈവ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറ്റിപ്പുറം പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറായി. നവീകരണം മാസ്റ്റിക് അസ്വാൾട്ട് രീതിയിൽ. ഭാരതപ്പുഴയെ സംരക്ഷിക്കാൻ വിപുലമായ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ. നഷ്ടങ്ങളുടെ കണക്കുകൂട്ടലുകൾ നിരത്തി അടച്ചുപൂട്ടാൻ തുടങ്ങിയിരുന്ന പൊന്നാനി തെയ്യങ്ങാട് LP സ്കൂൾ വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട്. വാർത്തകൾ വിശദമായി. നഷ്ടങ്ങളുടെ കണക്കുകൾ നിരത്തി സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിൽ പൊന്നാനി തെയ്യങ്ങാട് സർക്കാർ LP സ്കൂളിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട്. 2007 100-ൽ താഴെ മാത്രം കുട്ടികൾ ഉണ്ടായിരുന്ന ഈ സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു. 9 കൊല്ലങ്ങൾ പിന്നിട്ടപ്പോൾ ഈ സർക്കാർ സ്കൂൾ ആരും കൊതിച്ചു പോകുന്ന സ്കൂളായി മാറിയിരിക്കുന്നു. കുട്ടികളുടെ കുറവ് മൂലം സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഈ സ്കൂൾ ഇപ്പോൾ അഡ്മിഷന്റെ തള്ളിച്ച കാരണം സ്ഥലപരിമിതിയുടെ ദുഃഖത്തിലാണ്. ഇപ്പോൾ 500-ലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 1-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ നേരത്തെ തന്നെ പൂർത്തിയായി. ഇത്തവണ 80-ലധികം കുട്ടികളാണ് 1-ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളത്. സ്ഥലപരിമിതിയെ ഉൾക്കൊണ്ട് തന്നെ സ്കൂൾ മുറ്റത്ത് ഒരുക്കിയിട്ടുള്ള പാർക്കും വാട്ടർ ഫൗണ്ടൈനും ക്ലാസ് മുറികൾക്കകത്തും പുറത്തുമായി തയ്യാറാക്കിയിട്ടുള്ള ആകർഷകമായ ചുമർ ചിത്രങ്ങളും പഠനത്തിലും വിനോദത്തിലും ഈ സ്കൂളിനെ സംസ്ഥാന തലത്തിൽ തന്നെ ഒന്നാമതെത്തിച്ചു. സ്കൂളിലെ പൂന്തോട്ടവും ലൈബ്രറിയും പൂർണ്ണമായും കുട്ടികളുടെ പിറന്നാൾ സമ്മാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചതാണ്. പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടിയുടെ വക സ്കൂളിന് ഒരു ചെടിയും പുസ്തകവും നൽകണം. അമ്മമാരുടെ പിന്തുണയാണ് സ്കൂളിന്റെ മുന്നേറ്റങ്ങൾക്ക് പ്രേരകമായത്. കുട്ടികളുടെ ഭക്ഷണം വിളമ്പുന്നത് മുതൽ കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ കഴുകി വെക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അമ്മമാരാണ് ചെയ്യുന്നത്. സ്വയം സന്നദ്ധരായ അമ്മമാരുടെ സംഘങ്ങൾ തന്നെ ഇതിനുണ്ട്. സ്കൂൾ കെട്ടിടത്തിന്റെ ടെറസിലും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലുമായി വിപുലമായ പച്ചക്കറിത്തോട്ടവുമുണ്ട്. വിഭവ സമൃദ്ധമായ ഉച്ചയൂണിന് സ്കൂളിലെ പച്ചക്കറികൾ തന്നെ ധാരാളം. ഉപജില്ലാ ശാസ്ത്രമേളയിൽ തുടർച്ചയായി 6-ാം തവണയാണ് ഈ സ്കൂളിന് ഓവറോൾ കിരീടം ലഭിക്കുന്നത്. മത്സര പരീക്ഷകളിലും ക്വിസ് മത്സരങ്ങളിലും പതിവ് തെറ്റാതെ പങ്കെടുക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തിയാണ് തിരിച്ചുവരാറ്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ മികച്ച സർക്കാർ സ്കൂളായി തിരഞ്ഞെടുത്തത് ഈ സ്കൂളിനെ തന്നെയാണ്. പഠന നിലവാരവും മറ്റു മത്സര പരീക്ഷകളിലെ മികവുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മികച്ച സ്കൂളായി ഈ സ്കൂളിനെ തിരഞ്ഞെടുക്കാൻ കാരണം. ഉപജില്ലയിലും ജില്ലയിലും മികച്ച PTA-ക്കുള്ള അവാർഡ് 3 തവണ ഈ സ്കൂളിനെ തേടിയെത്തിയിട്ടുണ്ട്. സ്കൂളിന്റെ അത്ഭുതകരമായ മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത് മിനി ടീച്ചർ എന്ന പ്രധാന അധ്യാപികയാണ്. ചെറുതും വലുതുമായ നിരവധി അവാർഡുകൾ ഈ സ്കൂളിനെ തേടിയെത്തിയിട്ടുണ്ട്. ലൈവ് TV ന്യൂസ്. കാലവർഷത്തിൽ കുത്തിയൊലിക്കുന്ന ഭാരതപ്പുഴയുടെ വശ്യഭംഗി അടുത്തു കാണാനുള്ള സൗകര്യവുമായി മിനി പമ്പ ടൂറിസം പദ്ധതിയുടെ 2ാം ഘട്ടം പൂർത്തിയായി. ഭാരതപ്പുഴയിൽ ഏറ്റവും ഒഴുക്കുള്ള ഭാഗമായ മിനി പമ്പയിലെ ഒരേക്കർ പുഴയോരം നികത്തിയെടുത്താണ് സന്ദർശകർക്ക് പുഴയുടെ ഭംഗി ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത്. MLA ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപ ചിലവിട്ടാണ് മിനി പമ്പ ടൂറിസം പ്രദേശത്ത് വിശാലമായ സന്ദർശക ഗാലറി ഒരുക്കുന്നത്. 7 മീറ്റർ ഉയരത്തിൽ പാർശ്വഭിത്തികളോടെ നികത്തിയെടുത്ത ഭാഗത്തെ ജോലികൾ അവസാന ഘട്ടത്തിലാണ്. നികത്തിയെടുത്ത ഭാഗത്ത് കടകൾ പാകി ഇരിപ്പിടങ്ങൾ ഒരുക്കും. സന്ദർശകരുടെ സുരക്ഷയ്ക്കായി പുഴയുടെ ഭാഗങ്ങളിൽ വേലി നിർമ്മിക്കും. ഇതിനു പുറമെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അലങ്കാര ചെടികളും ഒരുക്കുന്നുണ്ട്. ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമായ മിനി പമ്പയിൽ 1-ാം ഘട്ടമായി നേരത്തെ 60 ലക്ഷത്തോളം രൂപയുടെ നവീകരണം നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് 2ാം ഘട്ട ഉദ്ഘാടനം നടക്കുമെന്നാണ് സൂചന. ലൈവ് TV ന്യൂസ്, കുറ്റിപ്പുറം. ഭാരതപ്പുഴയെ സംരക്ഷിക്കുന്നതിനായി വിപുലമായ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു. പുഴയുടെ കയ്യേറ്റം, മണലൂറ്റൽ, പുഴയതിർത്തിയിലെ മരം മുറിക്കൽ എന്നീ കടന്നുകയറ്റങ്ങളെല്ലാം അതിജീവിക്കാനായി റവന്യൂ അധികാരികൾ, തദ്ദേശ ഭരണ തലവന്മാർ, മെമ്പർമാർ, MLA-മാർ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, വിവിധ യുവജന സംഘടനാ പ്രതിനിധികൾ, പരിസ്ഥിതി ക്ലബ്ബുകൾ, പുഴയെ സ്നേഹിക്കുന്ന വ്യക്തികൾ തുടങ്ങിയവരെയെല്ലാം കണ്ണി ചേർത്തുകൊണ്ടാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. പശ്ചിമഘട്ട മലനിലകളിലെ ആനമുടിയിൽ നിന്ന് ഒരു ചെറിയ നീർച്ചാലായി ഒഴുകിത്തുടങ്ങുകയും മറുകൈ വഴികളിലൂടെ ഒഴുകിവരുന്ന നീർക്കണങ്ങളും കൂടിച്ചേർന്ന് 1000-ഓളം കിലോമീറ്റർ ദൂരം വളഞ്ഞുപുളഞ്ഞ് പാലക്കാട് ജില്ല കടന്ന് മലപ്പുറം ജില്ല പടിഞ്ഞാറ് പൊന്നാനി അറബിക്കടലിൽ സംഗമിക്കുകയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഭാരതപ്പുഴ എല്ലാ പാപവും ഒഴുക്കിക്കളയാനുള്ള ഗംഗാനദിയാണ്. ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ കുടിവെള്ളം, കൃഷി, വ്യവസായം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സംരക്ഷിക്കുന്ന ഈ നദിയെ നിള എന്ന പേരിലും അനേകായിരങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഭാരതപ്പുഴയുടെ കൈവഴികൾ എത്രയോ വർഷങ്ങളായി വിവിധ തരത്തിലുള്ള കയ്യേറ്റക്കാരുടെ താവളമായിരിക്കുകയാണ്. വനത്തിലെ മരങ്ങളുടെ വേരുകളിൽ നിന്ന് ഊർന്നു വീഴുന്ന വെള്ളമാണ്
തുടക്കമായി കിനിഞ്ഞു വന്നിരുന്നതെങ്കിൽ വനമെല്ലാം വെട്ടിവെളിപ്പിച്ചതുകൊണ്ട് ആ അവസ്ഥ എന്നോ നഷ്ടപ്പെട്ടു. പിന്നീട് പുഴയുടെ ഓരങ്ങളിലുള്ള തണ്ണീർത്തടങ്ങളും നെൽപ്പാടങ്ങളും കുളങ്ങളും തോടുകളും ഒന്നൊന്നായി നാം മനുഷ്യർ അവിടങ്ങളിലെല്ലാം കടന്നുകയറി അധീനപ്പെടുത്തി കഴിഞ്ഞു. കിലോമീറ്ററുകളോളം വീതിയുണ്ടായിരുന്ന പല സ്ഥലത്തും കയ്യേറ്റങ്ങളാൽ വീതി കുറഞ്ഞ് പുഴ ഒരു തോടായി മാറിക്കഴിഞ്ഞു. തുടക്കം മുതൽ പൊന്നാനി അഴിമുഖം വരെയുള്ള എല്ലായിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന മണലൂറ്റൽ, ഇതെല്ലാം കൊണ്ട് ഭാരതപ്പുഴ അതിന്റെ പഴയകാല പ്രൗഢിയെല്ലാം മങ്ങി വേനലിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്ക് സമാനമായ സ്ഥലമായും വർഷക്കാലത്ത് അലറിക്കുതിച്ച് നാശം വിതയ്ക്കുന്ന ഒരു പുഴയായാണ് ഇന്ന് നമ്മുടെ നിലയെ ജനം കാണുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ അഭിമാനവും ഭാരതത്തിലെ തന്നെ നദികളിൽ പ്രശംസയാർന്ന നദിയുമായ ഭാരതപ്പുഴയെ എന്ത് ചെയ്തും സംരക്ഷിക്കുക എന്ന ഇന്നത്തെ സർക്കാരിന്റെ തീരുമാനങ്ങളിൽ ഒന്നാണ് ജനകീയ കൂട്ടായ്മ രൂപീകരണം. തൊട്ടടുത്ത ദിവസം തന്നെ ഈ സംരംഭത്തിന്റെ ആദ്യ കൂടിയാലോചനകൾ നടക്കുമെന്നും ഇതിൽ എല്ലാ മനുഷ്യസ്നേഹികളും ഒത്തൊരുമിക്കണമെന്നും മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു. ലൈവ് TV ന്യൂസ്. ശോചനീയ അവസ്ഥയിലായ കുറ്റിപ്പുറം പാലത്തിന്റെ ഉപരിതലം പൂർണ്ണമായും പൊളിച്ചു നീക്കി നവീകരിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറായി. പാലത്തിന്റെ പല ഭാഗങ്ങളും വിണ്ടുകീറി ഗർത്തങ്ങളായി മാറുകയും ഗതാഗതം പലയിടത്തും നിരന്തരം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പാലത്തിന്റെ മേൽഭാഗമെല്ലാം അടർത്തിയെടുത്ത് മാസ്റ്റിക്, അസ്വാൾട്ട് അടക്കമുള്ള നവീകരണ പ്രവർത്തനത്തിലൂടെ പാലത്തിന് പുതുജീവൻ നൽകുകയെന്നുള്ളതാണ് ലക്ഷ്യം. 60 വർഷം പിന്നിട്ട കുറ്റിപ്പുറം പാലത്തിന്റെ മുകൾ ഭാഗത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ താൽക്കാലികമായി ടാറിംഗ് സംവിധാനം മാത്രമായിരുന്നു മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത്. എന്നാൽ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയില്ലെന്നും ഇപ്പോൾ തകർന്ന ഭാഗം ഓട്ടയടയ്ക്കുന്ന പ്രവർത്തനം ഉടൻ ചെയ്തു തീർക്കുമെന്നും അതിനുശേഷമായിരിക്കും പൂർണ്ണമായ നവീകരണ പ്രവർത്തനം നടത്തുകയെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. ലൈവ് TV ന്യൂസ്. നിർധനരായ വിദ്യാർത്ഥികൾക്കു വേണ്ടി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കലാകായിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും പ്രവർത്തിച്ചു വരുന്ന സബ്കോ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കലാകായിക രംഗത്തും ജീവകാരുണ്യ രംഗത്തുമായി പൊന്നാനി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സബ്കോ കലാ സാംസ്കാരിക വേദി എന്നത്. കെ അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ MA ഹമീദ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. KM ഫൈസൽ, K യഹിയ, KM മുസ്തഫ, EK അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സബ്കോ പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവർക്ക് ആവശ്യമായുള്ള പഠനോപകരണങ്ങൾ ഇന്ന് ഇവിടെ വിതരണം ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സംഘടനകൾ ഓരോ പ്രദേശത്തിൻ്റെയും എല്ലാ നിലയിലുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന സംഘടനകളാണ്. സബ്കോ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുറേ കാലങ്ങളായി പൊന്നാനി സൗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കലാകായിക രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മറ്റു സംഘടനകൾക്കും മാതൃകയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം തുടക്കം കുറിച്ചുവെങ്കിലും അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ പല മേഖലയിലേക്കും കടന്നു വരാനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾക്ക് പൊന്നാനി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾക്ക് ഒരു കൂട്ടായ്മയോടുകൂടി തന്നെ ചെയ്യാൻ വേണ്ടി കഴിയും. സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെ പൊന്നാനി മുനിസിപ്പാലിറ്റി ഈ വർഷം തന്നെ ആവശ്യമായുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളും ക്ലബ്ബുകളും എല്ലാം തന്നെ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് സാമൂഹികമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലൈവ് TV ന്യൂസ്. ശക്തമായ കാറ്റിലും മഴയിലും വീടിനു മുകളിലേക്ക് പ്ലാവ് വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ഈ സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന കുഞ്ഞിന്റെ തലയിൽ ഓടിന്റെ കഷ്ണം വീണ് സാരമായ രീതിയിൽ പരിക്കേറ്റു. കോലളമ്പ് സ്വദേശി ആലിച്ചന്റെ വീടിനു മുകളിലാണ് മരം വീണത്. കോലളമ്പ് കോട്ടപ്പുറം റോഡിൽ കുന്നത്തുപറമ്പിൽ ആലിച്ചന്റെ വീടിനു മുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പ്ലാവ് ഒടിഞ്ഞു വീണത്. ആലിച്ചന്റെ പേരക്കുട്ടി 3 വയസ്സുകാരൻ അനയിന്റെ തലയിൽ ഓടിന്റെ കഷ്ണം വീണ് സാരമായി പരിക്കേറ്റു. എടപ്പാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓടി മാറിയതിനാൽ മറ്റുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കുര പൂർണ്ണമായും തകർന്നു. സമീപത്തെ വിറകുപുരക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. സമീപത്തെ പറമ്പുകളിലായി കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ലൈവ് TV ന്യൂസ് എടപ്പാൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.